നമസ്കാരം. ഇന്ന് 2 കാർഡുകളാണ് നോക്കുന്നത്. ഒന്ന് പാസ്റ്റിൻ്റെ വേണ്ടിയുള്ള കാർഡും ഒന്ന് ഫ്യൂച്ചറിലേക്കുള്ള കാർഡും. പാസ്റ്റിലെ കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട് എന്ന കാർഡാണ്. ഇവിടെ 6 ഓഫ് വാണ്ട് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരുന്ന വിജയങ്ങൾ, അഭിമാനം, പ്രശംസ, ഈ കാര്യങ്ങൾ നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിച്ചിരുന്നു. ഈ ആഹ്ലാദത്തിൽ നിങ്ങളുടെ കൂടെ വളരെയധികം ആൾക്കാർ കൂടെ ചേർന്ന് നിൽക്കുന്നതും അതിൽ നിങ്ങൾ വിജയക്കൊടി മിന്നിച്ചു കൊണ്ട് പോകുന്നതുമാണ് കാണുന്നത്. പക്ഷേ ആ കാര്യങ്ങളിൽ തന്നെ നമ്മൾ മുന്നോട്ടും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താണ്ട് ഇപ്പോഴുള്ള ജീവിതത്തിൽ അതെല്ലാം നമുക്ക് ചില ഭാരങ്ങളായി ഉള്ളതായി കാണാം. കാരണം എന്നും ഈ പ്രശംസയും വിജയങ്ങളും കൂടെയുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഉയർച്ചയ്ക്ക് നമ്മൾക്ക് ഒരു താഴ്ചയും ഉണ്ടാകാം. നമ്മളുടെ വിജയങ്ങളിൽ മാത്രം കൂടിച്ചേർന്ന് നിൽക്കുന്ന ചില ആൾക്കാർ ഉണ്ടാകും. പക്ഷേ അത് ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കൂടെ ആരും തന്നെ ഉണ്ടാവുന്നില്ല. ഈ വിജയങ്ങൾ മാത്രം ആലോചിച്ച് മതിമറന്നു നിന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് കാണാം. ഇനി ഫ്യൂച്ചർ നോക്കിയപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ് കണ്ടത്. ഇതിൽ ഒരു രാജാവ് വളരെയധികം സമ്പത്തോടുകൂടി മതിമറന്ന് ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ സമ്പത്ത്, ബിസിനസ്, നേതൃത്വം അല്ലെങ്കിൽ സമൃദ്ധി ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് കാർഡ്. പക്ഷേ ഫ്യൂച്ചറിലും നമ്മൾക്കുള്ള അച്ചടക്കവും ഇതിലുള്ള തിരിച്ചറിവും മാത്രമേ ഈ ധനത്തെ നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രശസ്തി കണ്ട് നമ്മൾ മതിമറന്നാൽ പിന്നീടും നമ്മുടെ ജീവിതത്തിൽ കുറേ വിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാവിയിലുള്ള ഈ ഉയർച്ചയെ നമ്മുടേതായ മനസ്സിനെ പാകപ്പെടുത്തി ഇരുക്കാനും നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് ടു എർത്ത് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെ കണ്ട് ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കണം. അല്ലാണ്ടുള്ള വിജയങ്ങൾ നമ്മൾക്ക് ഒരിക്കലും നിലനിൽക്കില്ല എന്ന് നമ്മുടെ ഈ പ്രസൻറ്റ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് റീഡിംഗ്. നന്ദി, നമസ്കാരം.